ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കുറേ പേര് എന്നോട് ചോദിക്കാറുള്ള ഒരു വീഡിയോ ആട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ഉണ്ടല്ലോ, ആ ഒരു തിളക്കം ആ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള വരാനായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഒരു 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു 1 വീക്ക് റുട്ടീനിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ നാച്ചുറലായിട്ട് നല്ലൊരു തിളക്കം ഉണ്ടാവും. അതായത് ക്ലിയർ ആവുകയും ചെയ്യും, ഒപ്പം നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോയിങ് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ ചിലർക്ക് അതാണ് ഇഷ്ടം, നമ്മളിങ്ങനെ കുറേ അധികം ബ്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം നാച്ചുറൽ ആയിട്ടുള്ള ഒരു തിളക്കമാണ്. സ്കിന്നിൽ നമുക്ക് അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്കിന്ന് നല്ല ഈവൻ ടോണായി നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്സാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നല്ലൊരു സിറം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലും അതുപോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും നല്ലൊരു സിറം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. എസ്പെഷ്യലി വിറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള സിറം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ നമ്മുടെ സ്കിൻ കെയർ സിറം ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും ഉള്ളിൽ നിന്ന് ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആയി, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയി, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നാച്ചുറലായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട്. ഇനി അതല്ല, അതൊന്നും വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്ക് നമ്മളൊരു സിറം കാണിക്കുന്നുണ്ട്. ഒരു വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുക്കുംബറിൻ്റെ ജ്യൂസാണ്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് 1 ടീസ്പൂൺ ജ്യൂസ് മതി കേട്ടോ. ആ 1 ടീസ്പൂൺ ജ്യൂസിലേക്ക് 1 ടീസ്പൂൺ അലോവേര ജെല്ല് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. ഒരു ടീസ്പൂൺ കുക്കുംബർ ജ്യൂസ് പ്ലസ് 1 ടീസ്പൂൺ അലോവേര ജെല്ല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയൊരു സിറം ബോട്ടിലേക്ക് ആക്കി വയ്ക്കുക. ഇത് നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പും അതേപോലെ ഫേസിലത്തെ പിമ്പിൾ മാർക്ക്, അതുപോലെ തന്നെ ഓപ്പൺ പൂൾസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഉള്ളിൽ നിന്നുള്ള നല്ലൊരു സ്കിന്നിന് ടെക്സ്ചർ ഇമ്പ്രൂവ് ആവുക, അതായത് നമുക്ക് ഈവൻ ടോൺ ആവുക, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റുക, അതുപോലെ ഓപ്പൺ പോൾസ് ഒക്കെ മിനിമൈസ് ചെയ്യുക. ഇതിനൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം. ചിലർക്ക് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന മാതിരി ഫീൽ ചെയ്യും, ഒരു സ്റ്റിക്കി പോലെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആട്ടോ. നമുക്ക് നന്നായിട്ട് നല്ല ഒരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് നൈറ്റും അതുപോലെ തന്നെ മോർണിംഗും നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹോം മെയ്ഡ് സിറമാണ് കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റും കൂടി നമുക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ സ്കിൻ ഗ്ലോ, അതുപോലെ തന്നെ ഈവൻ ടോൺ ആക്കാനും പോഴ്സ് ഒക്കെ മാറി നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സിറമാണ് കേട്ടോ. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ പോഴ്സിക്കൊക്കെ നന്നായിട്ട് അത് എന്താ പറയുക ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് ആ ഒരു സ്കിന്നിന് ഡാമേജസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീക്കിലി വൺസ് എക്സ്ഫോളിയേഷൻ ചെയ്യുക. അതായത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. അതായത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആക്നേസ് ഇല്ലാത്ത സമയത്ത്, അതായത് നമുക്ക് ഇങ്ങനെ പിമ്പിളാകെ പൊട്ടി പഴുത്തിരിക്കുകയാണ്, അങ്ങനത്തെ പിമ്പിൾ ഉണ്ടെങ്കിൽ ചെയ്യരുത്. ആക്റ്റീവ് ആയിട്ടുള്ള ആക്നേസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് വേറെ എല്ലാവർക്കും ചെയ്യാം, എസ്പെഷ്യലി നമ്മൾ ഇങ്ങനെ ആക്റ്റീവ് ആക്നെസ് ഉണ്ടെങ്കിൽ ചെയ്യരുത്. അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇങ്ങനെ പിമ്പിള് കൂടുതലാവാൻ ചാൻസ് ഉണ്ടാവും, അത് പൊട്ടി പ്രശ്നമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ചെയ്യാതെ ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീക്കിലി വൺസ് ഒരു എക്സ്ഫോളിയേഷൻ. അപ്പം നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള തിളക്കം വരും. നമുക്ക് വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം, അല്ല നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന എക്സ്ഫോളിയേഷൻസ് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കണം, പല ടൈപ്പ് ഓഫ് എക്സ്ഫോളിയേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവില്ല. അപ്പം ഞാൻ പരമാവധി അങ്ങനെ ഒരു കാര്യമാണ് മെയിനായിട്ട് എക്സ്ഫോളിയേഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ കാമ ആയുർവേദന കുങ്കുമ ഫേസ് സ്ക്രബ്. അതെനിക്ക് ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെയൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചെയ്യാട്ടോ. അപ്പം ഞാൻ വീട്ടിൽ കിട്ടുന്ന ഒരു എക്സ്ഫോളിയേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എക്സ്ഫോളിയേഷൻ നമുക്ക് എടുക്കാം കേട്ടോ, സ്കിന്നിന് സൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും എളുപ്പമുള്ളതാണ് 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട്. നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ തരിയുള്ള റൈസ് പൗഡർ പ്ലസ് നമ്മുടെ കോഫി പൗഡർ കേട്ടോ. ഇത് രണ്ടും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ എടുക്കാൻ കാരണം റൈസ് കുറച്ച് തരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പ്ലസ് മിൽക്ക്. നിങ്ങൾക്ക് മിൽക്കിന് പകരം തക്കാളി ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേരുന്ന എടുക്കാം കേട്ടോ. പിന്നെ കോഫി നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി പ്ലസ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ
നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. റൈസ് പൗഡറിൻ്റെ കൂടെ, റൈസ് പൗഡറാണ് മെയിനായിട്ട് എക്സ്ഫോളിയേഷൻ നമുക്ക് തരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കേർഡ് എടുക്കാം കേട്ടോ. നമുക്ക് നല്ലൊരു ടാൻ റിമൂവൽ കൂടി ആയിരിക്കും. അപ്പോൾ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നിലത്തെ ടാനൊക്കെ നന്നായിട്ട് ടാൻ മാറാനും ഒപ്പം നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങിനും പ്ലസ് നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ഡാർക്ക് കളറിലുള്ള നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക, വാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ വീക്കിലി വൺസ് ചെയ്താൽ മതി ഇത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. അപ്പം നമുക്ക് പല ടൈപ്പ് ഓഫ് ഫേസ് പാക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ഗ്ലോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് വേണം ഗ്ലോയിങ്, നല്ലൊരു തിളക്കം കിട്ടാൻ, സ്കിന്നിലത്തെ ആ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കണം. അപ്പം അങ്ങനെ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് കാണിക്കണേ. നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ തിളക്കവും ഒപ്പം നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ എന്നും ഉപയോഗിക്കേണ്ട. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ നമ്മുടെ സിറം ഡെയിലി ഉപയോഗിക്കുക, എക്സ്ഫോളിയേഷൻ വീക്കിലി വൺസ്, ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഫേസ് പാക്ക് കാണിക്കാം. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന് കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഡെയിലി ഉപയോഗിക്കുക, ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 3 തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യം വേണ്ടത് നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. 1 സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് പ്ലസ് 1 സ്പൂൺ നമ്മുടെ റോ മിൽക്ക്, പച്ചപ്പാൽ. ഇനിയിപ്പോൾ പാല് പറ്റാത്തവർക്ക് 1 സ്പൂൺ കേർഡ് എടുക്കുക. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് എടുക്കാം കേട്ടോ. അതായത് നമുക്ക് ചിലർക്ക് ഈ പാല് മാത്രമാകുമ്പോഴേ ചിലപ്പോൾ ഒരു ഓയിലി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് പിമ്പിൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്യാനാണ് നമ്മൾ 1 സ്പൂൺ അലോവേര ജെല്ല് ഇടുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. പിന്നെ അലോവേര ജെല്ല് പറ്റാത്തവർക്ക് നമുക്ക് തേൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നമുക്കിത് വേണമെങ്കിൽ ഒരു ലെയർ ഇട്ടിട്ട് ഉണങ്ങുമ്പോൾ അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലിടാം. അങ്ങനെ ഇട്ട് കൊടുക്കുക സമയത്തിനനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെയർ ഇട്ട് നന്നായി മസാജ് ചെയ്യുക, ഒരു 20 മിനിറ്റ് വെക്കുക, വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റൻ ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും. ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. സ്കിൻ ലൈറ്റനിങ് കൂടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കിത് കണ്ണിന് ചുറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ്. നമ്മുടെ ക്യാരറ്റ് ജ്യൂസും പാലും കൂടി ഇടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം, അത്രേ ഉള്ളൂ. നമ്മൾ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ തിളക്കം കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു ഗ്ലോ ഉണ്ടാവും നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് തരും ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ എന്തായാലും 20 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഇതാ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്കിൻ നല്ലൊരു സോഫ്റ്റ് ആയ മാതിരി ഉണ്ടാവും, നല്ല മോയ്സ്ചറൈസ് ആയ മാതിരി, അതേപോലെ നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീക്കിലി 3 തവണ മതി. പിന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഡെയിലി ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നൈറ്റ് നമ്മുടെ സ്കിന്നിന് നമുക്ക് ആ ഒരു തിളക്കം കൂടുതൽ നമുക്ക് കിട്ടാനായിട്ട് നൈറ്റ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അപ്പം നമ്മൾ നൈറ്റ് വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം. ഒപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഷീറ്റ് മാസ്ക്. അതായത് നമ്മുടെ സ്കിന്നിന് ആ ഒരു എക്സ്ട്രാ ആ ഒരു ഹൈഡ്രേഷൻ കിട്ടുന്ന ഷീറ്റ് മാസ്ക് ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിപ്പിച്ച് പറയാം. നമ്മൾ വിറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള സിറങ്ങൾ ഉപയോഗിക്കുക, വീക്കിലി വൺസ് എക്സ്ഫോളിയേഷൻ ചെയ്യുക. നമുക്കൊരാഴ്ചയിൽ 3 തവണ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം. ദെൻ നമ്മൾ 4-മത്തെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഞാൻ ഇന്ന് കാണിക്കുന്ന ഷീറ്റ് മാസ്ക് അത് ഡെയിലി ഉപയോഗിക്കാം. ഡെയിലി നമ്മൾ രാത്രി ഫേസ് വാഷ് ചെയ്യുക, ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുക. അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കഞ്ഞിവെള്ളത്തിന് വേറൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല തിളക്കവും ഗ്ലാസ് സ്കിന്നാവാനും നല്ല ഗ്ലോ കിട്ടാനും ആൻറ്റി ഏജിങ്ങിനും അതേപോലെ സ്കിന്നിലത്തെ പാടുകൾ മാറാനും ഒക്കെ ഒരു ഓവറോളാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എടുക്കുക, നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ ഷീറ്റ് മാസ്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫേസ് അപ്പം നൈറ്റ് ഇട്ട് കൊടുക്കുക നല്ലത് കേട്ടോ. നമ്മൾ ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് നൈറ്റ് ഇതുപോലെ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സ്കിന്ന് ഡെയിലി നമ്മൾ ചെയ്യാൻ പറ്റിയതാണ്. സ്കിന്ന് നന്നായിട്ട് ഒരു ഗ്ലോയും അതേപോലെ ഈവൻ ടോൺ ആവാനും അവിടെ ഇവിടെയുള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പാടുകളോ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാനും പിന്നെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് ലൈറ്റൻ ചെയ്യാനും ആൻറ്റി ഏജിങ്ങിന് റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് മാറാനും എല്ലാത്തിനും കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പിന്നെ സ്കിന്ന് ലൈറ്റൻ ആവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പശ പോലത്തെ സാധനമില്ലേ അതുണ്ടായിരുന്നു തിക്നെസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം.
ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ കൊളാജനും കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. വിറ്റമിൻ സി ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ, ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ ടോൺ തന്നെ വേറൊരു ലെവലായി മാറും. ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഇതിന് ഭയങ്കര നല്ലതാണ്. നമുക്ക് നമ്മുടെ ആ ഒരു കുറഞ്ഞൊരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ചിലർക്ക് പറ്റാത്തവരുണ്ടെന്നാലും പരമാവധി 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് ആക്കുക. കാരണം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് മടി വരുമ്പോൾ വെള്ളം കുടിക്കൽ നിർത്തില്ലേ, ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും സ്കിൻ ഇങ്ങനെ ആകെ ഒരു ഡള്ളായ മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ് വെള്ളം എത്രത്തോളം നമ്മൾ വെള്ളം അകത്തേക്ക് പോകണം അതനുസരിച്ച് നമ്മുടെ സ്കിന്നുള്ളിൽ നിന്നുള്ള ആ ഒരു തിളക്കം നമുക്ക് കാണാൻ പറ്റും സ്കിന്നിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്ന് നല്ല നാച്ചുറലായിട്ട് ഗ്ലോ ആയിട്ട്, അതുപോലെ തന്നെ സ്കിന്നിന് ആ പ്രത്യേക ഒരു തിളക്കമൊക്കെ കിട്ടാനും നല്ലൊരു ഈവൻ ടോൺ ആയിട്ട് ഇരിക്കാനൊക്കെ നമുക്ക് വീക്കിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.